നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. സംഭവബഹുലമായ ദിവസങ്ങളിലൂടെയാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് കടന്നുപോകുന്നത്. മനുഷ്യസ്നേഹിയും കഠിനാധ്വാനിയും നിസ്വാർത്ഥനും അഴിമതി തീണ്ടിയിട്ടില്ലാത്തവനുമായ ഡോക്ടർ ഹാരിസിൻ്റെ തുറന്നു പറച്ചിൽ കേരളം കേൾക്കാനിടയായി. അതേ തുടർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതായ എല്ലാ സാധനങ്ങളും മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും അദ്ദേഹം ആഗ്രഹിച്ച പോലെ ശസ്ത്രക്രിയ നടത്താൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിനും രോഗിക്കും കേരളത്തിനും ഒക്കെ വലിയ സന്തോഷമുളവാക്കി. പക്ഷേ ഇതിനകം രാജാവ് നഗ്നനാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഒരു ആലോചനയുമായി വകുപ്പ് മുന്നോട്ട് പോകുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ തകരാറ് ശരിയാണെന്ന് എല്ലാവർക്കും ഒന്നുകൂടി ബോധ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ ഒരു സ്ത്രീയുടെ, കൂട്ടിരിപ്പുകാരിയായ സ്ത്രീയുടെ ജീവനും പൊലിഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ സ്നേഹം, ഒരു കുടുംബത്തിൻ്റെ കരുതൽ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് അതുവഴി പോയത്. അതിൽ മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് കേരളം തിരിച്ചറിയുകയും അത് വകുപ്പിൻ്റെ അനാസ്ഥയാണ് എന്ന് കേരളം തിരിച്ചറിയുകയും ചോദിക്കുമ്പോൾ, ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് പകരം മന്ത്രി പറഞ്ഞത് കേരള സമൂഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചു. അപ്പോൾ തന്നെത്താൻ എൻ്റെ കുറ്റമല്ല, അപ്പോൾ 2013 തൊട്ടിട്ടുള്ള കത്തുകളും ഫയലും കൊണ്ടുവന്ന ആളുകളുടെ മുന്നിൽ കാണിച്ച് അത് സമർത്ഥിക്കാനുള്ള തത്രപ്പാട് കാണിക്കുന്ന മന്ത്രി വല്ലാത്തൊരു ദുരന്തം തന്നെയാണ്. അതിനേക്കാൾ അവിടെ നടന്ന ദുരന്തത്തേക്കാൾ വലിയൊരു ദുരന്തമായി വീണ ജോർജിൻ്റെ അന്നത്തെ ആ പെർഫോമൻസ്. ഒരു പൊതുപ്രവർത്തകയായി പ്രവർത്തിച്ച പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ അങ്ങനെയൊക്കെ പെരുമാറിയത്. അപ്പോൾ ഒരു വകുപ്പ് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ കൊടുക്കേണ്ടിയിരുന്നു. അവർക്കൊരു പൊതുപ്രവർത്തനത്തിൽ ഒരു പരിചയമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. മാത്രമല്ല അവർ ഒരു മതമേലാളന്മാരുടെ പ്രതിദാനം ചെയ്ത് വന്ന നൂലുമ്മ ഇറങ്ങിയ ഒരു സ്ത്രീയും കൂടിയാണ്, വനിതാ രത്നമാണ്. മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണത് വകുപ്പിൻ്റെ വീഴ്ചയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാവുക? മെഡിക്കൽ കോളേജ് ഇങ്ങനെ തന്നെത്താൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമൊന്നുമില്ലല്ലോ, കാലപ്പഴക്കം കൊണ്ടല്ലേ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുള്ളൂ. അപ്പോൾ അവിടെ അത് PWDക്കൊക്കെ ചെറിയ ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്, ചെറുതല്ലാത്ത ഉത്തരവാദിത്തമുണ്ടല്ലോ. അത് പഴക്കേണ്ട ഇത്രയധികം പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിന് അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തണം. ഇനി നടത്താൻ പറ്റാത്ത അപ്പുറത്തേക്കും പോയിട്ടുണ്ടെങ്കിൽ അത് അവർ പറയുന്നു പുതിയ കെട്ടിടം പണിതിട്ടുണ്ട് എന്ന് പറയുന്നു. വളരെ നന്നായിട്ടൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ, എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. വളരെ നന്നായിട്ടൊക്കെ അവർ പെരുമാറിയില്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തൊക്കെ അവർ സഹായിക്കും. അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ എനിക്ക് അത്തരം കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ വകുപ്പിന് വീഴ്ചയുണ്ട് എന്ന് പറയുന്നതിന് പകരം 2013 തൊട്ടിട്ടുള്ള ഫയൽസ് എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് തടി കഴിച്ചിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മോശമാണ്, എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് അവരുടെ സംസാരം, എന്ത് എറഗൻസാണ് അവർക്ക്. കഴിഞ്ഞ ഡോക്ടർ ഹാരിസ് പറഞ്ഞപ്പോൾ ഉപകരണങ്ങൾ ഇല്ലാണ്ടല്ല, അവിടെ അത്രയ്ക്കധികം രോഗികളുടെ ബാഹുല്യം കൂടിയിട്ടാണ് എന്നവർ സംസാരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. രോഗികളുടെ ബാഹുല്യം കൂടുന്നത് കൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്തതല്ല, മുന്നേയുള്ള
താരതമ്യം രോഗികൾക്ക് എന്തിനാ അറിയണത്? മുന്നേയുള്ള മന്ത്രിയേക്കാളല്ല, മുന്നേ UDFൻ്റെ ഭരണകാലഘട്ടത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുകൾ കൂടുന്നു, രോഗികളുടെ ബാഹുല്യം കൊണ്ടാണ്. അതിനേക്കാളൊക്കെ കൂടുതൽ രോഗികളുടെ ബാഹുല്യം ഉണ്ടാകുമ്പോൾ ആകെ കൂടി 4-3 മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉള്ളൂ. ഈ 3-4 മെഡിക്കൽ കോളേജിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെന്ന് അവിടുത്തെ വകുപ്പ് മേധാവികളുമായി ഒരു യോഗം വിളിച്ചു കൂട്ടേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ടല്ലോ. എന്തൊക്കെയാണ് അവിടുത്തെ പോരായ്മ? അതല്ലേ വകുപ്പിൻ്റെ പണി, വേറൊരു പണിയും ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അതൊന്നും ചെയ്തില്ല? എന്തുകൊണ്ട് കോളേജിൻ്റെ ശോചനീയമായ അവസ്ഥയൊന്നും തന്നെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല? ഡോക്ടർ ഹാരിസ് പറഞ്ഞത് കൃത്യമല്ലേ? ഡിപ്ലോറബിൾ കണ്ടീഷൻ, മെഡിക്കൽ കോളേജിൻ്റെ ഡിപ്ലോറബിൾ കണ്ടീഷൻ ഒന്നും കൂടിയും അനാവൃതമാവുകയല്ലേ ചെയ്തത്? അപ്പോൾ മന്ത്രി ചുമതലയേറ്റിട്ട് എന്തായാലും മന്ത്രിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കാം, പക്ഷെ ജനങ്ങളുടെ ആരോഗ്യമൊക്കെ വളരെയധികം താറുമാറായിട്ടിരിക്കുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ മന്ത്രിക്കൊരു ധാർഷ്ട്യം, എറഗൻസ് എന്താ കാണിക്കുന്നത്? മന്ത്രി നൂലുമ്മ കെട്ടി ഇറങ്ങിയിട്ട് മന്ത്രി പറയുന്നത് കപ്പിത്താൻ്റെ കരുത്തിൽ മന്ത്രി ഞങ്ങളുടെ എല്ലാവരോടും എറഗൻസ് കാണിച്ചാൽ ശരിയാവോ? ഈ മതമേരാളന്മാരുടെ ഇറക്കുമതി അങ്ങനെയല്ലേ ചെയ്യൂ? അല്ലാതെ നന്നായി പെരുമാറാൻ അവർക്ക് കഴിയില്ല. പിന്നെ ഈ അവിടെ കിടക്കുന്ന രോഗികളൊക്കെ നമ്മൾ കാണുകയാണ്, വരാന്തയിലൊക്കെയാണ് കിടക്കുന്നത്. വരാന്തയിൽ പുഴുക്കളെ പോലെയാണ് അവർ കിടക്കുന്നത്. അവരൊന്നും മനുഷ്യരല്ലേ? അവരൊന്നും പരിഗണനയും സ്നേഹവും കരുതലും ഒന്നും അർഹിക്കുന്നില്ലേ? അവർക്ക് വേണ്ടി ചെലവാക്കാൻ കാശ് എന്താ വകുപ്പിന് ഇല്ലാതെ പോയത്? എന്താ നമ്മുടെ ഖജനാവിലുള്ള കാശ് അവർക്ക് ഈ ആതുര സേവനത്തിന് ഇല്ലാതെ പോകുന്നത്? ഒന്നാമത് എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അനധ്യാപക നിയമനം മുഴുവൻ മാനേജ്മെൻറ്റ് കാശ് കൊടുത്ത് വാങ്ങി അവർക്ക് ശമ്പളം കൊടുക്കുക. ഒരു വലിയ തുക, ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പിലും. പിന്നീട് ആ കാശ് മുഴുവൻ കൊടുക്കുമ്പോൾ പിന്നെ നമ്മുടെ ഖജനാവിലെ കാശ് മുഴുവൻ അങ്ങനെ ഒരുവിധം പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ റിയംബേഴ്സ്മെൻറ്റ് ഇങ്ങനെ വരുന്ന എയ്ഡഡ് അധ്യാപകർക്കും അനധ്യാപകർക്കും ഒക്കെ സർക്കാരിൻ്റെ പൈസ പറ്റുന്ന, ശമ്പളം പറ്റുന്ന എല്ലാവർക്കും മെഡിക്കൽ റിയംബേഴ്സ്മെൻ്റാണ്. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം വാങ്ങുന്ന എല്ലാവർക്കും മെഡിക്കൽ റിയംബേഴ്സ്മെൻറ്റാണ്. എന്തിനാ ഇത്രയധികം ലക്ഷങ്ങൾ വാങ്ങുന്നവർക്കും മെഡിക്കൽ റിയംബേഴ്സ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം? അവർ ഇൻഷുറൻസ് ചേർന്നാൽ പോരെ? അവർക്ക് അടയ്ക്കാനും കാശുണ്ടല്ലോ. പാവപ്പെട്ടവർക്ക് ഇതൊന്നുമില്ല. സോഷ്യൽ സെക്യൂരിറ്റി ബിഗ് സീറോ, 1600 രൂപയൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്കാർ ഉദ്യോഗത്തിൽ കയറിക്കഴിഞ്ഞാൽ എല്ലാ കാശും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? അവിടുത്തെ അത് കുറച്ചാൽ തന്നെ ഈ രോഗികൾക്ക് വേണ്ട ചികിത്സ കൊടുക്കാനുള്ള കാശ് കിട്ടില്ലേ? എക്യുപ്മെൻറ്റ്സ് വാങ്ങാനുള്ള കാശ് കിട്ടില്ലേ? പിന്നെ രാഷ്ട്രീയക്കാർക്ക്, പൊളിറ്റീഷ്യൻസിന്, MLAക്ക്, MP ക്ക്, അവരുടെ കുടുംബത്തിന്, XMLAക്ക്, MP ക്ക്, പേഴ്സണൽ സ്റ്റാഫിന് എന്ന് വേണ്ട എല്ലാവർക്കും, പിന്നെ അതിലിടയ്ക്ക് ഈ എയ്ഡഡിലെ അനധ്യാപകർക്കും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവർക്ക് ഫാമിലി പെൻഷനും ഇതൊക്കെ പോകുമ്പോൾ സാധാരണക്കാരൻ്റെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? അവരുടെ ജീവന് എങ്ങനെ സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റും? പാവപ്പെട്ടവൻ ഈ പുഴുക്കളെ പോലെ ചത്തുപോക്കോട്ടെ എന്നാണ് മന്ത്രി അല്ലെങ്കിൽ വകുപ്പ് വിചാരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ കമ്പാരിസൺ തുടങ്ങും. എന്താണ്, കുരുടൻ നാട്ടിലെ കോങ്കണ്ടൻ രാജാവ് എന്ന രീതിയിലല്ല കമ്പാരിസൺ വേണ്ടത്. ബീഹാറിൽ അങ്ങനെയാണ്, മറ്റേ ബംഗാളിൽ ഇങ്ങനെയാണ്, UP ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടല്ല. ഈ കുരുടൻ നാട്ടിലെ കോങ്കണ്ടൻ രാജാവ് അല്ല ആകേണ്ടത്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ആണ് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ മൂല്യം നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ മന്ത്രി എന്തിനാ പിന്നെ ഇത്രയും നല്ല നമ്പർ 1 മെഡിക്കൽ കോളേജുള്ളപ്പോൾ മന്ത്രി എന്തിനാ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത്? ഇവിടുത്തെ ചികിത്സ മതിയില്ലേ? ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാൽ ചത്തുപോകും. ഇതിപ്പോൾ പാവങ്ങളല്ലേ ചത്തുപോയിട്ടുള്ളൂ, മന്ത്രിയുടെ ആരുമല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അല്ലേ രാഷ്ട്രീയക്കാർക്ക്? ഒരു രാഷ്ട്രീയക്കാരനും മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടുന്നില്ലല്ലോ. അപ്പോൾ മെഡിക്കൽ റിയംബേഴ്സ്മെൻറ്റിൻ്റെ കൊടുക്കുന്ന ആ കാശ് ഒന്ന് നിർത്തലാക്കുക. അവർക്ക് 4-5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്ക് പൈസ എന്തിന് വീണ്ടും കൊടുക്കുന്നത്? ആ കാശെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുക.
അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ അവർക്ക് ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. സാമൂഹ്യക്ഷേമ വകുപ്പ് ഒന്ന് ഊർജിതമാക്കട്ടെ. കാരണം ഗൃഹസന്ദർശനങ്ങൾ നടത്തട്ടെ. പുറമേ നിന്ന് കാണുന്ന പോലെ അല്ല ഓരോ ജീവിതങ്ങളും. ഒരുപിടി സമ്മർദ്ദങ്ങളിലൂടെയും ഒരുപിടി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ ആണ് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ കാണേണ്ടത്. അവിടുത്തെ അൺഹൈജീനിക് കണ്ടീഷൻ കാണാനായിട്ട് മന്ത്രിക്ക് എന്താ കണ്ണില്ലാതെ പോയത്? മന്ത്രി ഒരു പ്രാവശ്യമെങ്കിലും അവിടെ വിസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവങ്ങൾ വരാന്തയിലും പുഴുക്കളെ പോലെ താഴത്തും ഒക്കെ കിടക്കുന്നത് മന്ത്രി കാണാതിരിക്കില്ലല്ലോ. പിന്നെ PSC മെമ്പർമാർക്ക് എന്തിനിത്ര ശമ്പളം? 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള PSC മെമ്പർമാർക്കൊക്കെയാണ് ഇത്രയധികം ശമ്പളം. അത് കഴിഞ്ഞ് അവർക്ക് പെൻഷൻ, അവർക്ക് ചികിത്സാ ചെലവ്. എങ്ങനെയാണ് ഭരണകൂടങ്ങൾ പൊളിയാതിരിക്കുക? ഈ വോട്ട് മാത്രം ലാക്കാക്കി, അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാർ വേണമെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ പൈസ കൊടുക്കാൻ തുടങ്ങിയ സാധാരണ ജനങ്ങളുടെ ജീവിതം എത്ര ദുസ്സഹമായിരിക്കുമെന്നെന്താ മന്ത്രി മനസ്സിലാക്കാത്തത്? ഇനി മന്ത്രി വീണെങ്കിൽ അല്പം സംയമനം പാലിച്ചിട്ട് വേണ്ടേ മറുപടി പറയാനായിട്ട്? ഒരു ദുരന്തമുഖത്ത് നിന്ന് ഒരു മന്ത്രി പറയുന്നത് ഫയലും പിടിച്ചു വന്നിട്ട്, അത് കോടതിയൊന്നുമല്ലല്ലോ. അവിടെ അവർ പറയുന്നു അവിടെ ആരെയും അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അവിടെ കിടന്ന ആൾക്കാർ പറയും ഞങ്ങളെ ഇങ്ങോട്ട് മാറ്റുക, ഞങ്ങൾ കട്ടിലും കൊണ്ട് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു വീണപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമാത്രം നുണകളാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എത്ര നമ്മൾ PR വർക്ക് നടത്തി പ്രതിച്ഛായ നന്നാക്കാൻ ശ്രമിച്ചാലും സർവശക്തൻ ദൈവം മുകളിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ചില കണക്കുകൂട്ടുകളുണ്ട്. അവിടെ PR വർക്ക് വില പോവില്ല എന്നല്ലേ ഇപ്പം മനസ്സിലായത്? പ്രപഞ്ച സത്യങ്ങളില്ലേ എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നില്ലേ? ഇനിയെങ്കിലും പാഠം പഠിക്കൂ. ജനങ്ങളുടെ ആരോഗ്യം വെച്ച് കളിക്കരുത്, ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. അവിടെയൊന്നും അത്ര പനിക്ക് പോയാലൊക്കെ നന്നായി പെരുമാറും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രോഗം തന്നെ നന്നായി പെരുമാറും. ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ, ഒരു സ്കാൻ ചെയ്യാൻ പോയാൽ ഉണ്ടാവില്ല, സ്വകാര്യ സ്ഥലത്തേക്ക് പൊക്കോളാൻ പറയും. ഇവിടുത്തെ മെഷീൻ കേടായി കിടക്കണമെന്ന് പറയും. എന്നോടൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മെഷീൻ അവിടെ ഒരു സ്കാനിങ് മെഷീനൊക്കെ കേടായി കിടക്കണം എന്തിനാ? പുറത്തു നിന്നുള്ള ആൾക്കാരുടെ അടുത്ത് കമ്മീഷൻ വാങ്ങാനായിരിക്കും ഡോക്ടേഴ്സ് അത് ചെയ്യണത്. അത് കേടാക്കി ഇടാവും. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ മന്ത്രി നേരിട്ട് ഇടപെടേണ്ടത് തന്നെയല്ലേ? സിസ്റ്റം ഒന്ന് അഴിച്ചു പണിതല്ലേ പറ്റുള്ളൂ. മന്ത്രി എന്താ വിചാരിച്ചത്? ഭരണം അത്താഴവിരുന്നാണെന്നോ? വടിബദ്ധ ഭാഷയിൽ സംസാരിച്ച് വാചോടാപം നടത്തി വാക്കുകൾ കൊണ്ട് അമ്മാനമാടി നടന്നാൽ ഭരണമാവില്ല, ഭരണം അത്താഴവിരുന്നല്ല. ഞങ്ങൾ വിക്കി ഒരു വാക്ക് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത വാക്ക് പറയുന്ന ഒരു വലിയ നേതാവിനെയൊക്കെ ക്ഷമാപൂർവം സ്നേഹപൂർവം തലമുറയും ശ്രവിച്ച നാടുമാണ്. EMS പോലെ മഹാനായ വ്യക്തികളെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒഴുക്കോടെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെ അനസ്യൂതം വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയില്ലെങ്കിലും വളരെ വിക്കിയാണെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായ കാര്യങ്ങളുമായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ പഠിപ്പും വലിയ ബുദ്ധിയൊന്നുമില്ലെങ്കിലും മനുഷ്യനെ സേവിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായാൽ മതി, നിസ്വാർത്ഥത ഉണ്ടായാൽ മതി, സ്നേഹം ഉണ്ടായാൽ മതി, കരുണ ഉണ്ടായാൽ മതി. ഇപ്പം ഈ മന്ത്രിയുടെ ഈ സംഭവമൊക്കെ കേൾക്കുമ്പോൾ, ഇന്നലത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ, ഈ ഫയലും പിടിച്ച് 2013 എന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രയുടെ നാടകം അന്തർ നഗരി ചൗപ്പട്ട് രാജ എന്ന നാടകമാണ് ഓർമ്മ വന്നത്. അത് ഒരു ഓട്ടോക്രറ്റായിട്ടുള്ള ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ ഒരു രീതി, ആ ഒരു ഓർമ്മ വരുന്നത് അന്തർ നഗരി ചൗപ്പട്ട് രാജ. ആ നാടകം എനിക്ക് ഓർമ്മ വന്നു. അതേപോലെ തന്നെ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വേറൊരു പുസ്തകമാണ്, ജോർജ് ഓർവെലിൻ്റെ 1984. ഇതൊക്കെ ഓട്ടോക്രറ്റ്സിൻ്റെ സ്വഭാവങ്ങളാണ്. ആരെങ്കിലും തനിക്കെതിരെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കോർണർ ചെയ്യാനുള്ള പല
ഒരു സിസ്റ്റം, ഒരു ഇന്റേണൽ സിസ്റ്റം ഉണ്ട് അവർക്ക്. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ലേബൽ ഒട്ടിച്ചോരൊന്നും കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റാണ് ഡോക്ടർ ഹാരിസ്. നല്ല മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ഈ മന്ത്രിക്ക് കൂട്ടർക്കും രാഷ്ട്രീയക്കാർക്കും നാണം തോന്നിയില്ലേ, ആത്മനിന്ദ തോന്നിയില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? എൻ്റെ മകൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, എൻ്റെ മകൾക്ക് ജോലിയുണ്ട്, എനിക്ക് കടമില്ല, എനിക്ക് ബൈക്കിൽ എണ്ണടിക്കാൻ കുറച്ച് കാശ് മതി എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? നിങ്ങൾക്ക് ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകണം, നിങ്ങളുടെ മക്കളുടെ ജീവിതം ഭദ്രമാക്കണം, സാധാരണക്കാരെ അവരുടെ വികാരങ്ങളുടെയും അവരുടെ സ്വപ്നങ്ങളുടെയും മേലെ ചവിട്ടി നടന്ന് സ്വന്തം ഇടം ഭദ്രമാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്കൊന്നും മനുഷ്യരുടെ വേദന മനസ്സിലാവില്ല. ഇനിയെങ്കിലും മനുഷ്യരായിട്ട് നടക്കട്ടെ. വീണ ഈ പറ്റാത്ത പണി വീണ ചെയ്യണ്ട. പറ്റുന്ന പണി വീണയ്ക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വീണ ചെയ്യട്ടെ. അല്ലെങ്കിൽ വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട് പ്രവർത്തിച്ച് കൂടുതൽ സംഭാവന നിസ്വാർത്ഥമായി ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കട്ടെ. നന്ദി, നമസ്കാരം.